ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാംസന്റെ വിവാഹം എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 20 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. സാംസൺ ഫിലിസ്ത്യ യുവതിയെ കണ്ടത് എവിടെ വച്ച്? ഉത്തരം: തിമ്നായിൽ വച്ച്. ചോദ്യം 2. തിമ്നായിൽ നിന്ന് തിരിച്ചു വന്ന സാംസൺ മാതാപിതാക്കന്മാരോട് പറഞ്ഞതെന്ത്? ഉത്തരം: ഞാൻ തിമ്നായിൽ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ചോദ്യം 3. നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ ആരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാണ് മാതാപിതാക്കന്മാർ സാംസണോട് ചോദിച്ചത്? ഉത്തരം: അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ. ചോദ്യം 4. അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് സാംസൺ പറഞ്ഞത് എന്താണെന്നാണ് അവൻ്റെ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകാതിരുന്നത്? ഉത്തരം: കർത്താവിൻ്റെ ഹിതമാണെന്ന്. ചോദ്യം 5. കർത്താവ് എന്തിനു വേണ്ടി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു? ഉത്തരം: ഫിലിസ്ത്യർക്കെതിരായി. ചോദ്യം 6. അക്കാലത്ത് ഫിലിസ്ത്യർ എന്താണ് ഇസ്രായേലിൻ്റെ മേൽ പുലർത്തിയിരുന്നത്? ഉത്തരം: ആധിപത്യം. ചോദ്യം 7. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടി പോയത് എവിടേക്ക്? ഉത്തരം: തിമ്നായിലേക്ക്. ചോദ്യം 8. എവിടെ എത്തിയപ്പോഴാണ് സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത്? ഉത്തരം: ഒരു മുന്തിരിത്തോപ്പിൽ. ചോദ്യം 9. സിംഹക്കുട്ടി അലറി വന്നപ്പോൾ സാംസണിൽ ശക്തമായി ആവസിച്ചത് എന്ത്? ഉത്തരം: കർത്താവിൻ്റെ ആത്മാവ്. ചോദ്യം 10. എന്തു കൂടാതെയാണ് സാംസൺ സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ഉത്തരം: ആയുധം കൂടാതെ. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 11. എന്തിനെ എന്ന പോലെയാണ് സാംസൺ സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ഉത്തരം: ആട്ടിൻകുട്ടിയെ എന്ന പോലെ. ചോദ്യം 12. സിംഹത്തെ ചീന്തിക്കളഞ്ഞ കാര്യം സാംസൺ അറിയിക്കാതിരുന്നത് ആരെ? ഉത്തരം: മാതാപിതാക്കന്മാരെ. ചോദ്യം 13. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 7-ാം വാക്യം അനുസരിച്ച് സാംസൺ സംസാരിച്ചത് ആരോട്? ഉത്തരം: ആ സ്ത്രീയോട്. ചോദ്യം 14. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ ചെന്നത് എപ്പോൾ? ഉത്തരം: കുറച്ചുനാൾ കഴിഞ്ഞ്. ചോദ്യം 15. വഴിമധ്യേ എന്ത് കാണാനാണ് സാംസൺ തിരിഞ്ഞത്? ഉത്തരം: സിംഹത്തിൻ്റെ ഉടൽ. ചോദ്യം 16. സിംഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്ത്? ഉത്തരം: തേൻകൂട്. ചോദ്യം 17. തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് സാംസൺ അവരുടെ അടുത്തെത്തി, അവർക്കും കൊടുത്തു, അവരും ഭക്ഷിച്ചു. ആര്? ഉത്തരം: സാംസന്റെ മാതാപിതാക്കന്മാർ. ചോദ്യം 18. തേൻ എടുത്തത് എവിടെ നിന്നാണെന്നാണ് സാംസൺ മാതാപിതാക്കന്മാരോട് പറയാതിരുന്നത്? ഉത്തരം: ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണെന്ന്. ചോദ്യം 19. സാംസന്റെ പിതാവ് പോയത് എവിടേക്ക്? ഉത്തരം: യുവതിയുടെ വീട്ടിലേക്ക്. ചോദ്യം 20. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. എന്ത്? ഉത്തരം: വിരുന്നു നടത്തുക എന്നത്. ചോദ്യം 21. സാംസനെ കണ്ടപ്പോൾ അവിടുത്തുകാർ എത്ര പേരെയാണ് അവന് തോഴരായി കൊടുത്തത്? ഉത്തരം: 30 പേരെ. ചോദ്യം 22. സാംസൺ പറയുന്ന കടങ്കഥയുടെ ഉത്തരം എപ്പോൾ പറയണമെന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം: വിരുന്നിൻ്റെ 7 ദിവസത്തിനകം. ചോദ്യം 23. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം കടങ്കഥയുടെ ഉത്തരം പറഞ്ഞാൽ എന്തു തരാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഉത്തരം: ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. ചോദ്യം 24. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ തനിക്ക് എന്ത് തരണം എന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം: 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. ചോദ്യം 25. സാംസൺ പറഞ്ഞ കടങ്കഥ എന്ത്? ഉത്തരം:
ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ചോദ്യം 26. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം അനുസരിച്ച് എത്ര ദിവസമായിട്ടും തോഴർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഉത്തരം 3 ദിവസമായിട്ടും. ചോദ്യം 27. എത്ര ദിവസമാണ് നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്ന് തോഴർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം 4-ാം ദിവസം. ചോദ്യം 28. കടങ്കഥയുടെ പൊരുളറിഞ്ഞ് തങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും എന്നാണ് തോഴർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. ചോദ്യം 29. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്നാണ് തോഴർ സാംസന്റെ ഭാര്യയോട് ചോദിച്ചത്? ഉത്തരം ദരിദ്രരാക്കാനാണോ വിളിച്ചു വരുത്തിയതെന്ന്. ചോദ്യം 30. സാംസന്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്ത്? ഉത്തരം നിനക്കെന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അത് എന്നോട് പറഞ്ഞില്ല. ചോദ്യം 31. കടങ്കഥയുടെ ഉത്തരം താൻ ആരോട് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് സാംസൺ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം മാതാപിതാക്കന്മാരോട് പോലും. ചോദ്യം 32. എന്നുവരെയാണ് സാംസന്റെ ഭാര്യ കടങ്കഥയുടെ ഉത്തരം സാംസണോട് കേണ് ചോദിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ. ചോദ്യം 33. കടങ്കഥയുടെ ഉത്തരം അവൻ അവൾക്ക് വെളിപ്പെടുത്തിയത് എന്തുകൊണ്ട്? ഉത്തരം നിർബന്ധം മൂലം. ചോദ്യം 34. എപ്പോഴാണ് പട്ടണവാസികൾ വന്നത്? ഉത്തരം 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ്. ചോദ്യം 35. പട്ടണവാസികൾ 7-ാം ദിവസം സാംസണോട് പറഞ്ഞതെന്ത്? ഉത്തരം തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? ചോദ്യം 36. എങ്ങനെയല്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം തൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ. ചോദ്യം 37. കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ അവൻ കൊന്നത് ആരെ? ഉത്തരം അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ. ചോദ്യം 38. 30 പേരെ കൊന്ന് സാംസൺ ചെയ്തതെന്ത്? ഉത്തരം കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. ചോദ്യം 39. കോപാക്രാന്തനായ സാംസൺ പോയത് എവിടേക്ക്? ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. ചോദ്യം 40. സാംസന്റെ ഭാര്യ ആർക്കാണ് ഭാര്യയായി തീർന്നത്? ഉത്തരം സാംസന്റെ മണവാളത്തോഴന്. നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങളെ സ്നേഹത്തോടും കടപ്പാടോടും കൂടി ഓർക്കുന്നു. ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.